ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചേഴ്സ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായുള്ള മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ അങ്കിത റൈനയുടെ കായിക ഇനം ഏതാണ്? അർജുന അവാർഡ് നേടിയ അങ്കിത റൈനയുടെ കായിക ഇനം ഏതാണ്? ആൻസർ ടെന്നീസ്. അർജുന അവാർഡ് നേടിയ അങ്കിത റൈനയുടെ കായിക ഇനമാണ് ടെന്നീസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ആൻസർ 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 3. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏതാണ്? പാഞ്ചാലി ശപഥം, ബാപ്പുജി, എൻ്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ. ആൻസർ പാഞ്ചാലി ശപഥം. ബാലൻസ് 3 വള്ളത്തോളിന്റെ കൃതികളാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഏതാണ്? ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഏതാണ്? ആൻസർ മുംബൈ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. 5. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏതാണ്? താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏതാണ്? ആൻസർ അവകാശ സംരക്ഷണം. ആൻസർ അവകാശ സംരക്ഷണം. 6th ക്വസ്റ്റ്യൻ, സതി എന്ന ശ്രദ്ധേയമായ ചിത്രം പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി എന്ന ശ്രദ്ധേയമായ ചിത്രം പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ നന്ദലാൽ ബോസ്. ആൻസർ നന്ദലാൽ ബോസ്. 7th ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി. 8ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ആൻസർ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. 9. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏത്? ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ആൻസർ ലൂ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദമാണ് ലൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ, മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം ഏതാണ്? മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം ഏതാണ്? ആൻസർ വൈറസ്. മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം വൈറസ് ആണ്. 11. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത്? ആൻസർ സമതലങ്ങൾ. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ്. 12. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ, ആരവല്ലി. ആൻസർ ഡെക്കാൻ പീഠഭൂമി. ആൻസർ ഡെക്കാൻ പീഠഭൂമി. 13. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ആൻസർ ചാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ചാറിയ. 14. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്?
ആൻസർ പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളയാണ് പരുത്തി. 15. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. 16. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ്. 17. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് ആൻസർ 44-ാം ഭരണഘടനാ ഭേദഗതി. ആൻസർ 44-ാം ഭരണഘടനാ ഭേദഗതി. 18. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 42-ാം ഭരണഘടനാ ഭേദഗതി. ആൻസർ 42-ാം ഭരണഘടനാ ഭേദഗതി. 19. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ആൻസർ രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാനാണ് രംഗനാഥ മിശ്ര. 20. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? ആൻസർ 22 ജൂലൈ 1947. 22 ജൂലൈ 1947. 21. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ആൻസർ സംസ്കൃതം. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. 22. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ആൻസർ സത്യമേവ ജയതേ. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ. 23. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആൻസർ ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. 24. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ആൻസർ 2005. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005. 25. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ പാർട്ട് 4A. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4Aയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 26. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ 226-ാം അനുച്ഛേദം. ആൻസർ 226-ാം അനുച്ഛേദം. 27. INA രൂപീകരിച്ചത് ആരായിരുന്നു? INA രൂപീകരിച്ചത് ആരായിരുന്നു? ആൻസർ റാഷ് ബിഹാരി ബോസ്. INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ്. 28. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ ലിട്ടൻ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു. 29. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു?
ആൻസർ ശാരദാ സദൻ. ആൻസർ ശാരദാ സദൻ. 30. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം ഏതാണ്? ആൻസർ 1969. ആൻസർ 1969. 31. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 32. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏതു കൃതിയിൽ നിന്നാണ്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏതു കൃതിയിൽ നിന്നാണ്? ആൻസർ ആനന്ദമഠം. വന്ദേ മാതരം എടുത്തത് ആനന്ദമഠത്തിൽ നിന്നാണ്. 33. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ്. ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ്. 34. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആരാണ്? ഫസൽ അലി, VP മേനോൻ, HN കുൻസ്രു, KM പണിക്കർ. ആൻസർ VP മേനോൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് VP മേനോൻ. 35. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ ദാദാഭായ് നവറോജി. ആൻസർ ദാദാഭായ് നവറോജി. 36. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആൻസർ VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. 37. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ആൻസർ ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല. 38. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. ആൻസർ PJ ആൻ്റണി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടനാണ് PJ ആൻ്റണി. 39. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. ആൻസർ MD വത്സമ്മ. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് MD വത്സമ്മ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ കുറുകെയാണ്? പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കുന്തിപ്പുഴ. ആൻസർ കുന്തിപ്പുഴ. താങ്ക് യു.